ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നൂറയുടെ അപ്രതീക്ഷിത എവിക്ഷനോടെ അനീഷും അനുമോളും ഷാനവാസും നെവിനും അക്ബർ എന്നീ മത്സരാർത്ഥികളാണ് ഇത്തവണ ടോപ്പ് 5 എത്തിയിരുന്നത്. 100 ദിവസത്തെ കടുത്ത മത്സരത്തിനൊടുവിൽ ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് 5 നിന്ന് എവിക്റ്റ് ആയ ആദ്യത്തെ മത്സരാർത്ഥി അക്ബർ ആയിരുന്നു. അക്ബറിന് ശേഷം ഇപ്പോൾ പുറത്തായിരിക്കുന്നത് നെവിനാണ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു നെവിന്റെ ഈ ഒരു എവിക്ഷൻ. നെവിൻ പുറത്തായി കഴിഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസില് അവിടെ ഇരുന്ന പഴയ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തിലാണ്. അവരുടെയൊക്കെ ചിലരുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇനി നെവിൻ പുറത്തായ രീതിയെ കുറിച്ച് നമുക്ക് നോക്കാം. 4 കൊടിമരം പോലത്തെ ഒരു പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ 4 എണ്ണത്തിനും ഓരോ പോസ്റ്റുകൾ ചുരുട്ടി മുകളിൽ വെച്ചിട്ടുണ്ട്. അതൊരു ചരടിൽ പിടിച്ചു വലിച്ചു കഴിയുമ്പോൾ അത് താഴോട്ട് ഉരുണ്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ എന്താണെന്നുള്ളത് റിവീൽ ആകും. അതിലെ 4 പേരുടെയും ഫോട്ടോയാണ് ഉള്ളത്. നെവിന്റെ പോസ്റ്ററിൽ മാത്രം എവിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ 4 പേര് ഒരുമിച്ച് ആ ഒരു ചരട് പിടിച്ചു വലിച്ച സമയത്ത് നെവിൻ എവിക്റ്റഡ് എന്ന് കാണിച്ചു. അങ്ങനെയാണ് നെവിൻ എവിക്റ്റഡ് ആയി എന്ന് മനസ്സിലായത്. പക്ഷെ നെവിന് ഒരു തുള്ളി പോലും സങ്കടമില്ല എന്ന് നെവിൻ പറഞ്ഞു. ഞാൻ ഇവിടെ ടോപ്പ് 5 വന്നപ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷമായി. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം വളരെ പോസിറ്റീവായിട്ട് തന്നെ നേരെ സ്റ്റേജിലേക്ക് ചെല്ലുന്നു. സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഈ ഒരു ഷോയുടെ എന്റർടൈൻമെന്റ് വാല്യൂ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയതിൽ ഒരു പങ്ക് നിവിൻ എന്ന് ലാലേട്ടൻ തന്നെ നിവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നിവിൻ ഈ ഒരു ഷോയുടെ 3rd റണ്ണറപ്പ് ആയിരിക്കുകയാണ്. ഇത്തവണത്തെ സീസണിലെ ബെസ്റ്റ് എന്റർടൈനർ എന്നറിയപ്പെട്ടിരുന്ന നെവിൻ സീസണിലുടനീളം മികച്ച മത്സരം കാഴ്ചവെച്ചാണ് ടോപ്പ് 5 പ്രവേശനം നേടിയത്. മുൻപ് ആദിലയും നൂറിയുമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ കാരണം ഹൗസിൽ നിന്ന് സ്വമേധയാ ഇറങ്ങിപ്പോയ നെവിൻ പിന്നീട് തിരിച്ചെത്തുകയും ഫിനാലയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഫാഷൻ കൊറിയോഗ്രാഫർ, സ്റ്റൈലിസ്റ്റ്, കലാ സംവിധായകൻ തുടങ്ങി നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച നെവിൻ ഹൗസിനുള്ളിലെ നിരന്തര തമാശകളുടെയും മറ്റും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു. പല വഴികളിലൂടെയുള്ള നിതാന്ത സഞ്ചാരമാണ് നെവിന്റെ കലാജീവിതം. ഫാഷൻ കൊറിയോഗ്രാഫർ, സ്റ്റൈലിസ്റ്റ്, ആർട്ട് ഡയറക്ടർ എന്നതിനൊപ്പം പേജന്റ്, ഗ്രൂമറും, ലൈസൻസ്ഡ് സൂംബ പരിശീലകനും ഇന്റീരിയർ ഡിസൈനിങ് ബിരുദധാരിയും ഒക്കെയാണ് നെവിൻ. കലാജീവിതത്തെ പ്രൊഫഷണലായിട്ട് സമീപിക്കുന്ന ആളായാണ് നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്. ഇതൊക്കെ ഉണ്ടെങ്കിലും നർത്തകൻ എന്നതാണ് നെവിന്റെ പ്രധാന ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. നൃത്തത്തിലൂടെയാണ് ആരോഗ്യ പരിപാലനം നടത്തുന്ന ഡാൻസ് ഫിറ്റ്നസ് മേഖലയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. നൃത്തത്തിന്റെ റീൽസ് വീഡിയോകൾ അദ്ദേഹം പലപ്പോഴും ഇൻസ്റ്റയിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു. നെവിൻ എവിക്റ്റഡ് ആയതോടുകൂടി തന്നെ അനീഷും അനുമോളും ഷാനവാസ് എന്നീ മത്സരാർത്ഥികളാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നത്. ആരാവും ഇത്തവണത്തെ ടൈറ്റിൽ വിജയി എന്നത് ആകാംക്ഷയോടെയാണ് പ്രേക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്.